പാൽ പോലെയാണ് പ്രേമം. നേരത്തോട് നേരം കഴിഞ്ഞാൽ പുളിക്കും, പിരിയും, വിഷമാകും. മാധവൻ എനിക്ക് ആ വിഷം തന്നു. ഞാൻ മരിച്ചില്ല. പകരം അയാളെ കൊന്നു. വിധവയായ ഞാൻ മധുരയിലെ വൃന്ദാവനിലേക്ക് വന്നു 12 വർഷം മുമ്പ്. അന്ന് ആ ആദ്യത്തെ ദിവസം 5000 ക്ഷേത്രങ്ങൾക്കിടയിൽ മൂത്രത്തിൻ്റെയും ചാണകത്തിൻ്റെയും ദുർഗന്ധഭരിതമായ ഗലികളിലൊന്നിലൂടെ ഒരു കയ്യിൽ വടിയും മറുകൈയിൽ തൂക്കിയിട്ട ചോറ്റുപാത്രവുമായി പ്രാഞ്ചി വന്ന മുണ്ടനം ചെയ്ത വൃദ്ധകളെ ചൂണ്ടി വൃദ്ധനും റിട്ടയർഡ് സ്കൂൾ അധ്യാപകനും നെറ്റിയിൽ നാമക്കുറി ചാർത്തിയവനുമായ ഘനശ്യാം പണ്ഡിറ്റ് എന്ന ഗൈഡ് പരിചയപ്പെടുത്തി. മാഡം, ദിസ് ഈസ് വിമൺ. ഭക്തമീരയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? എ ഡിവോട്ടി ഓഫ് ലോർഡ് കൃഷ്ണ ഹു റോട്ട് മീര ഭജൻസ്. ഇവർ അഗതികളായ വിധവകൾ. വി കോൾ ദം മീര സാധൂസ്. രാവിലെ മുതൽ രാത്രി വരെ ഭജന മണ്ഡപത്തിൽ കൃഷ്ണനാമം ജപിക്കും. അത് മാത്രമാണ് അവരുടെ ജോലി. ദിവസം 2 രൂപ അലവൻസ്. പിന്നെ പാൽ, 10 grams ഓഫ് റൈസ്, ദാൽ. പാവങ്ങൾ. നിങ്ങളെപ്പോലെയുള്ള കൃഷ്ണ ഭക്തരുടെ സംഭാവനകളാണ് അവർക്ക് ആശ്രയം. വേണമെങ്കിൽ നിങ്ങൾക്കും ടെമ്പിൾ ട്രസ്റ്റിന് സംഭാവന നൽകാം. ഞാൻ കണ്ണുമേയിച്ച് ആ സ്ത്രീകളെ നോക്കി. എൻ്റെ ഉള്ളിൽ എന്തോ തകർന്നു. മന്ദിച്ച തലയുമായി ഘനശ്യാം പണ്ഡിറ്റിനു പിന്നാലെ ഞാൻ പടികൾ കയറി. മങ്ങിത്തുടങ്ങിയ പച്ചയിൽ ധർമ്മശാല എന്ന് ഹിന്ദിയിൽ എഴുതിയ ബോർഡിനു താഴെ ഇടുങ്ങിയ വാതിൽ. ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ നടുങ്ങി. കണ്ണിൽ ഇരുട്ടുകയറി. മൊട്ടത്തലകളുടെ കടൽ. തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ച ശബ്ദത്തിൽ നിലയ്ക്കാത്ത നിലവിളി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പുറത്തു ശൈത്യത്തിൻ്റെ ഒടുക്കത്തിലെ മധ്യാഹ്ന സൂര്യൻ മങ്ങിക്കത്തി. എനിക്കു നിരത്തിൽ നീങ്ങുന്ന മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മുഖങ്ങൾ തമ്മിൽ പിശകി. ആവശ്യത്തിലേറെ കരിങ്കൽ തൂണുകളുള്ള അഴുക്കി പിടിച്ച ഹാളായിരുന്നു അത്. മധ്യത്തിൽ ചെറിയ മണ്ഡപത്തിൽ മഞ്ഞപ്പട്ടുടുത്ത് ജമന്തിമാല ചാർത്തിയ രാധാഗോവിന്ദ വിഗ്രഹം. അഴികൾക്കിടയിലൂടെ പ്രകാശം മൊട്ടത്തലകളിൽ പ്രതിഫലിച്ചു. മ്ലാനമായ മുഖങ്ങൾ, മെലിഞ്ഞ ശരീരങ്ങൾ, ക്ലാവ് പിടിച്ച കണ്ണാടിച്ചില്ലുകൾ, വാടിയ പൂക്കളുടെയും വിയുപ്പിൻ്റെയും വിയർപ്പിൻ്റെയും ഗന്ധം, തകർന്ന ഹൃദയങ്ങളുടെ ശബ്ദം. ഞാൻ എൻ്റെ മൊട്ടത്തല തടവി. ഞാനും മീരയാണെന്ന് തോന്നി. വാസ്തവത്തിൽ ഞാനും മീരയായിരുന്നു. അന്ന് വൈകിട്ട് ടെമ്പിൾ ട്രസ്റ്റ് ഭാരവാഹിയെ കണ്ട് മീര സാധുവാകാൻ എന്നെ കൂടി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യം ഞാനൊരു വടി വാങ്ങി. പിന്നെ തൂക്കുള്ള അലുമിനിയ പാത്രം. യമുനയിൽ കുളിച്ച് വടിയും പാത്രവുമായി ഞാനും മായികരിലേക്ക് പോയി. അങ്ങനെ ഞാനും മീര സാധുവായി. എന്നെയും എല്ലാവരും മായി എന്ന് വിളിച്ചു. ഞാനും പുലർച്ചെ ഉണർന്ന് യമുനയിൽ കുളിച്ച് പരുത്തിസാരിയെടുത്ത് നെറ്റിയിൽ വെള്ളക്കളഭത്താൽ നാമം ചാർത്തി ബോലോ കൃഷ്ണ കൃഷ്ണ ജയ് എന്ന് നിലവിളിച്ച് വടികുത്തി തെരുവിലൂടെ നടന്നു. കത്തുന്ന വേനലിലും കോരിച്ചെരിയുന്ന മഴയിലും മരം കോച്ചുന്ന മഞ്ഞിലും ഗോവിന്ദേവ ക്ഷേത്രനടയിൽ പകയോടെ യാചിച്ചു. സന്ദർശകർ വലിച്ചെറിയുന്ന പഴങ്ങൾക്കായി കുരങ്ങന്മാരുമായി പിടിവലി നടത്തി. കുരങ്ങന്മാരെ തല്ലിയും കല്ലെറിഞ്ഞും ശത്രുക്കളാക്കി. അവയെ ഏൽപ്പിക്കുന്ന മുറിവുകൾ ശരീരത്തിലുടനീളം നീറിപ്പഴുത്തു. വേദന എന്നെ ആനന്ദിപ്പിച്ചു. രാവിലെ മുതൽ ഉച്ചവരെ ഭജന മണ്ഡപത്തിൽ സ്വയം മറന്ന് കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ പാടി ഭജിക്കുമ്പോൾ പുകഞ്ഞു. രംഗാജി ക്ഷേത്രനടയിൽ പല്ലുഞെരിച്ചു. ഞാൻ അയാളെ പ്രേമിക്കും. കൈപ്പാർന്ന വെറുപ്പോടെ പ്രേമിക്കും. അയാളെ തകർക്കാൻ തുളവീണ ഹൃദയത്തിൽ പകയുടെ സ്പന്ദനം കാത്തുവയ്ക്കും. അസ്ഥി അടരുന്ന വേദന വമിപ്പിക്കും. മരണാനന്തരം ഞാൻ അയാളെ നായാടും. വീണ്ടും ഒരു സ്ത്രീയെ ചുംബിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ ഛിന്നഭിന്നനാകും. 12 വർഷം, കാത്തിരിപ്പിൻ്റെ 12 വർഷം. അയാൾ വരിക തന്നെ ചെയ്തു. മാധവൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ ശത്രു, എൻ്റെ ഏകപുരുഷൻ, എൻ്റെ 2 കുട്ടികളുടെ അച്ഛൻ. ഒരു വശം തളർന്ന് വെള്ള ഷർട്ടിനുമേൽ ചുവന്നൊരു കാശ്മീർ സാൽവ പുതച്ച് അയാൾ ഞൊണ്ടി വന്നു. ഞാനൊരു കൃഷ്ണസർപ്പത്തെ പോലെ ഫണം വിടർത്തി അയാളെ എതിരേറ്റു. രക്തത്തിനായി എൻ്റെ നാവ് ധരിച്ചു. അയാളുടെ ലക്ഷണമൊത്ത മുഖത്ത് ഞെട്ടൽ വിഷം പോലെ വ്യാപിച്ചു. അയാൾ സുന്ദരനാണ്. ആർദ്രമായ കണ്ണുകൾ, ഉയർന്ന മൂക്ക്, ചിരിക്കുമ്പോൾ താടിയിൽ ഭംഗിയുള്ളൊരു ചുഴി. അയാൾ എന്നെ പ്രേതത്തെ എന്നതുപോലെ നോക്കി. എൻ്റെ കൊഴിഞ്ഞ മുൻപല്ലുകൾ, കൊഴിഞ്ഞ കണ്ണുകൾ, എല്ലും തോലുമായ ശരീരം, മൊട്ടത്തല, കീറിയ സാരി. പ്രതികാരം പൂർത്തിയാക്കാൻ ഞാൻ മുട്ടുകാലിലെഞ്ഞ് അയാൾക്ക് മുന്നിലേക്ക് ഭിക്ഷാപാത്രം നീട്ടി. പാവത്തിന് എന്തെങ്കിലും തരൂ മഹാശേ. അയാൾ നിയന്ത്രണം വിട്ടു. തുളസി എന്ന് നിലവിളിച്ചു. ഞാൻ യാചന അവസാനിപ്പിച്ചു. പല്ലില്ലാത്ത മോണ കാട്ടി നിഷ്കളങ്കമായി മന്ദഹസിച്ചു. തുളസി മരിച്ചുപോയി മാധവ മഹാശേ. ഇത് മീര സാധു. ആ കഥയാണിത്. ഒരു മീര സാധുവിൻ്റെ ആത്മകഥ.
പ്രേമവും പ്രേതവും തത്വത്തിൽ ഒന്നാണ്. കുഴിമാടങ്ങൾ തകർത്ത് അനുയോജ്യ ശരീരത്തെ ആവേശിക്കാൻ രണ്ടും വ്യഗ്രതപ്പെടും. മാധവനെ ബൃന്ദാവനിൽ കണ്ട ദിവസം മുതൽ കഥ തുടങ്ങാം. എന്നെ കണ്ട് അയാൾ നെഞ്ചു തിരുമ്മി കുഴഞ്ഞു വീണു. ആരൊക്കെയോ അയാളെ എടുത്ത് എവിടേക്കോ കൊണ്ടുപോയി. അപ്പോഴേക്ക് രംഗാജി ക്ഷേത്രത്തിൽ ദർശനത്തിന് മണിമുഴങ്ങി. ക്യൂവിന് മുന്നിൽ സ്ഥാനം പിടിക്കാൻ സാരിയുടെ വക്ക് ഉയർത്തിപ്പിടിച്ച് വടിയും പാത്രവുമായി മറ്റു സ്ത്രീകളോടൊപ്പം ഞാനും ക്ഷേത്രത്തിലേക്ക് ഓടി. ദർശനം കഴിഞ്ഞ് അന്നദാനത്തിന് തിക്കിത്തിരക്കി. ഉണങ്ങിയ ഒരു റൊട്ടിയും അല്പം സബ്ജിയും. തുടർന്ന് ഗോവിന്ദേവ ക്ഷേത്രത്തിൻ്റെ മുകൾ നില അടിച്ചുവാരി. കുരങ്ങന്മാർക്ക് പഴമെറിഞ്ഞു. വൈകിട്ട് ടെമ്പിൾ ട്രസ്റ്റിൽ നിന്ന് റേഷൻ വാങ്ങി. 10 grams ഓഫ് റൈസ്, ദാൽ, 10 രൂപ അലവൻസ്. രാത്രി ബംഗെ ബിഹാരി ദർശനം കഴിഞ്ഞ് ഞാൻ മായിഗറിലേക്ക് മടങ്ങി. മടങ്ങുമ്പോൾ വഴിയിൽ ഒരു മീരാ ഭജൻ പാടി. കാർവർണ്ണൻ എന്നെ അവൻ്റെ പ്രേമത്താൽ കളങ്കിതയാക്കിയതിന് ചിലർ പരിഹസിക്കുന്നു, ചിലർ അനുമോദിക്കുന്നു. ഞാനാകട്ടെ എൻ്റെ പാട്ടുകളിൽ മതിമറന്ന് സന്യാസിമാരോടൊപ്പം സഞ്ചരിക്കുന്നു. മാധവൻ ബൃന്ദാവനിലെ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടെന്ന് പിറ്റേന്ന് ടെമ്പിൾ ട്രസ്റ്റ് ഭാരവാഹി രാമകൃഷ്ണ പണ്ഡിറ്റ് അറിയിച്ചപ്പോൾ ഞാൻ രംഗാജി ക്ഷേത്രത്തിന് മുന്നിലെ പിച്ചകനി കുഞ്ചത്തിനരികിൽ അലസമായിരുന്നു. കൃഷ്ണനും രാധയും സംഗമിക്കുന്ന നിബിധൻ. രാത്രി ആ ദിക്കിൽ ആർക്കും പ്രവേശനമില്ല. ഉണങ്ങി നിൽക്കുന്ന പിച്ചിക്കാടിന് സമീപം ഞാൻ സ്ഥിരമായി യാചിക്കാറുണ്ട്, വെറുതെ ഒരു രസത്തിന്. അദൃശ്യരായി ക്രീഡിക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരിയുടെ ശബ്ദം രാധാഗോവിന്ദന്മാരെ അലോസരപ്പെടുത്തട്ടെ. എൻ്റേതൊഴികെ മറ്റാരുടെ പ്രേമം എനിക്കിഷ്ടമല്ല. കരിങ്കല്ലിൽ തീർത്ത് നടപ്പാതെ വേനലിൽ പൊള്ളുമ്പോൾ ഞാൻ ചെരിപ്പിടാതെ നടക്കും. ശരീരമാണ് പ്രേമത്തിൻ്റെയും ഭക്തിയുടെയും പരീക്ഷണ വസ്തു. ഉള്ളങ്കാൽ കരിയുമ്പോൾ ഞാൻ മാധവനെ ഓർക്കും. എന്നെ ആദ്യമായി ചേർത്ത് പിടിച്ചപ്പോൾ അയാളുടെ ശരീരം ഇതിനേക്കാൾ പൊള്ളി. എനിക്ക് എന്നെക്കുറിച്ച് ഇതിനേക്കാൾ മതിപ്പ് തോന്നി. മീരാമായി, ആശുപത്രിയിൽ കിടക്കുന്ന ബാബു നിങ്ങളുടെ ആരാണ്? നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. പണ്ഡിറ്റ് അടുത്തു വന്നു. താമ്പൂലം ഇറ്റുവെയുന്ന ചുണ്ടുകൾ തുടച്ചു. ഏത് ബാബു? പണ്ഡിറ്റ് ജി, മീരയുടെ ബൃന്ദാവനത്തിൽ ഒരു ബാബുവേ ഉള്ളൂ, മറ്റെല്ലാം സ്ത്രീകൾ. അദ്ദേഹം പേരുകേട്ട പത്രപ്രവർത്തകനാണ്. നിങ്ങളുടെ ബന്ധുവാണോ? എനിക്കൊരു ബന്ധുവേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തെ തൊഴുത് നിഷ്കളങ്കമായി മന്ദഹസിച്ചു. പിന്നീട് വടികുത്തി പുറത്തേക്ക് നടന്നു. മാധവൻ എന്നെ കാണണം. ആദ്യം കണ്ടത് 17-ാം വയസ്സിൽ. അന്ന് ഞാൻ IIT വിദ്യാർത്ഥി. മാധവൻ ചെന്നൈയിൽ ഒരു ഇംഗ്ലീഷ് മാസികയുടെ കറസ്പോണ്ടൻ്റ്. IIT വിദ്യാർത്ഥികളിലെ മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് മാധവൻ ക്യാമ്പസിലെത്തിയത്. വിനയൻ ഞങ്ങളെ തമ്മിൽ പരിചയപ്പെടുത്തി. നീണ്ട കൺപീലികളുള്ള വിടർന്ന കണ്ണുകൾ കൊണ്ട് മാധവൻ എൻ്റെ കണ്ണുകളിൽ എന്തോ തിരിഞ്ഞു. പിന്നീട് നേർക്കുനേരെ നോക്കിയില്ലെങ്കിലും വിനയപൂർവ്വമല്ലാതെ ഉരിയാടിയില്ലെങ്കിലും ഞാനൊരു സ്ത്രീയാണെന്ന് ഓർമ്മിപ്പിച്ചു. അതിനടുത്ത ആഴ്ച അയാളുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അതിൽ എൻ്റെ പേരും പരാമർശിച്ചിരുന്നു. അതിൻ്റെ കോപ്പികൾ അയാൾ അയച്ചു തന്നു. അതിനിടെ വിനയൻ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ജോലി കിട്ടി അമേരിക്കയിലേക്ക് പോയി. മാധവൻ ഇടയ്ക്കിടെ ഫോൺ ചെയ്തു. ഇടയ്ക്കിടെ തമ്മിൽ കണ്ടു. കണ്ടപ്പോഴേക്ക് സാരമായി സംസാരിച്ചു. ധാരാളം ചിരിപ്പിച്ചു. അയാൾക്കരികിലിരിക്കെ ഒഴിഞ്ഞ ഹൃദയത്തിൽ പാൽ പോലെ തിളയ്ക്കുമ്പോൾ പതഞ്ഞു പോകുന്നതെന്തോ പറഞ്ഞു. പിരിയുമ്പോൾ അത് തിളച്ചു തൂവി. ഹൃദയം ശൂന്യമായി. വീണ്ടും കാണാൻ ആഗ്രഹം തോന്നി. പിന്നീട് തുടർച്ചയായി അയാൾ എനിക്ക് കത്തുകൾ എഴുതി. വർഷങ്ങൾക്കിടെ കത്തുകൾക്ക് ദൈർഘ്യം വർദ്ധിച്ചു. തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ 27 കാമുകിമാരെക്കുറിച്ചും മാധവൻ തുറന്നെഴുതി. എൻ്റെ കണ്ണു തള്ളി. ഞാൻ ആരെയും തേടി ചെന്നില്ല. എല്ലാവരും എന്നെ തേടി വരികയായിരുന്നു. മാധവൻ സ്വയം ന്യായീകരിച്ചു. ഓരോ സ്ത്രീയും വരുന്നു, ഒരു നാടകത്തിലെന്ന പോലെ ഓരോ വേഷം കെട്ടി പിൻവാങ്ങുന്നു. ഞാൻ തേടുന്നത് മാത്രം കിട്ടുന്നില്ല. എന്താണ് തേടുന്നതെന്ന് ഞാൻ അന്വേഷിച്ചു. എന്തോ ഒന്ന്. തുളസി, മറ്റെന്തായാലും അത് സെക്സ് അല്ല. ഞാൻ അയാളെ അമ്പരപ്പോടെ നോക്കി. അയാൾ അന്നും സുന്ദരനായിരുന്നു. താടിയിലെ ചുഴിയും വലിയ കണ്ണുകളും ഉയർന്ന മൂക്കും. പക്ഷേ സ്ത്രീയിൽ പ്രേമമുണർത്താൻ സൗന്ദര്യം മാത്രം പോരാ. ഞാൻ ചുഴിഞ്ഞാലോചിച്ചു. ചെറിയ കാര്യങ്ങളിലുള്ള ശ്രദ്ധ, മറ്റാരും പറയാത്ത തമാശകൾ. ഒരു പക്ഷേ അതാകാം. പിന്നീട് ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായി. മാധവൻ ഡൽഹിയിൽ അറിയപ്പെടുന്ന പത്രപ്രവർത്തകനായി. ഉപരിപഠനത്തിനു മുമ്പ് എൻ്റെ വിവാഹം നടത്താൻ അച്ഛൻ തീരുമാനിച്ചു. അതറിഞ്ഞ് മാധവൻ തിരുവനന്തപുരത്തു നിന്നും പറന്നെത്തി. തുളസി, ദിസ് ഈസ് നോൺസെൻസ്. അയാൾ ക്ഷുഭിതനായി. ശോഭം എന്നെ അമ്പരപ്പിച്ചു. വിവാഹം അനിവാര്യമായിരുന്നു. അമ്മയ്ക്ക് ഗർഭപാത്രത്തിലെ ക്യാൻസർ 3-ാം സ്റ്റേജിലെത്തിയ ഘട്ടം. തുളസി, താമര, മല്ലിക
എന്നീ 3 മക്കളെയും പറ്റിയ വരന്മാരുടെ കാൽക്കൽ അർപ്പിക്കാൻ അമ്മ തിടുക്കം കൂട്ടി. മാധവൻ ഒന്നിനും ചെവി തന്നില്ല. ഈ പ്രായത്തിൽ തുളസി വിവാഹം കഴിച്ചാൽ അതിലേറെ മണ്ടത്തരമില്ല. നോക്കൂ, തൻ്റെ അധ്യാപകർ പറഞ്ഞത് എനിക്കോർമ്മയുണ്ട്. അവർക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള വിദ്യാർത്ഥിയാണ് താൻ. ഇന്ത്യക്ക് അഭിമാനമാകേണ്ട ഒരു ബ്രെയിൻ, ഒരു പക്ഷേ ഭാവിയിലെ ഒരു നൊബേൽ ജേതാവ്. എൻ്റെ മുഖം ചുവന്നു. എനിക്ക് എന്നെക്കുറിച്ച് മതിപ്പ് തോന്നി. വിനയനാണ് വരൻ എന്ന് പറഞ്ഞപ്പോൾ മാധവൻ്റെ മുഖം മങ്ങി. വിനയനും തുളസിയും തമ്മിൽ ചേർച്ചയില്ല. അയാൾ ശോഭിച്ചു. പ്രേമത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും അയാൾ തർക്കിച്ചു. പരസ്പരം ആകർഷണമില്ലാത്ത വിവാഹം വ്യർത്ഥമാണ്. ജീവിതം എറിഞ്ഞുടയ്ക്കുന്നതിന് തുല്യമാണ്. എനിക്ക് വിനയനെ ഇഷ്ടമാണ്. ഞാൻ വാദിച്ചു. വിനയനെ എന്നെയും. വിവാഹത്തിന് അതുപോരാ. മാധവൻ ശോഭിച്ചു. കാണാതിരിക്കുമ്പോൾ കാണണമെന്ന് തോന്നാറുണ്ടോ? തനിച്ചിരിക്കുമ്പോൾ സംസാരിക്കണമെന്ന് തോന്നാറുണ്ടോ? കാണുമ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന് തോന്നാറുണ്ടോ? ഹൃദയം നിറഞ്ഞതുപോലെ തോന്നാറുണ്ടോ? പിരിയുമ്പോൾ ലോകം ശൂന്യമായതുപോലെ തോന്നാറുണ്ടോ? മാധവൻ ചോദിച്ചു. ഞാൻ പൈങ്കിളിയല്ല. അത് യഥാർത്ഥ പ്രേമം അറിയാഞ്ഞിട്ടാണ്. അയാളുടെ നീണ്ട കൺപീലികൾ ഹൃദയത്തിൽ മയിൽപ്പീലികൾ എന്നതുപോലെ ഉരുമി. മനസ്സ് മ്ലാനമായി. വിഷയം മാറ്റാൻ ഞാൻ അയാളുടെ കാമുകിയെക്കുറിച്ച് സംസാരിച്ചു. മാധവൻ മന്ദഹസിച്ചു. ഓ, ഞങ്ങൾ പിരിഞ്ഞു. ഇതുവരെയുള്ള ബന്ധങ്ങളെല്ലാം വ്യർത്ഥമായിരുന്നു. തേടി നടന്ന സ്ത്രീയെ ഇപ്പോഴാണ് കണ്ടത്. ആരാണ് ആ സ്ത്രീ എന്ന് അന്വേഷിച്ചപ്പോൾ അയാൾ എൻ്റെ കൈ കവർന്നു. വിനയനേക്കാൾ യോഗ്യത കുറവാണ് എനിക്ക്. ഓർക്കപ്പുറത്തായിരുന്നു അത്. എൻ്റെ മുഖം ചുവന്നു. അത് മറയ്ക്കാൻ പൊട്ടിച്ചിരിച്ചു. അത് യോഗ്യതയുടെ പ്രശ്നമല്ല. ഓ ഇല്ല, ഞാൻ ഒരിക്കലും നിങ്ങളെ പ്രേമിക്കില്ല. നിങ്ങളെ കാണുമ്പോൾ ഞാൻ പിന്നിൽ ഒരു മുറി നിറയെ സ്ത്രീകളെ കാണുന്നു. 27 സ്ത്രീകൾ. അവർക്കിടയിൽ നിങ്ങൾ, വൃന്ദാവനത്തിലെ കൃഷ്ണൻ. മാധവൻ്റെ മുഖത്ത് അപമാനം നീലിച്ചു. ഞാൻ ഒരു സ്ത്രീയുടെയും പ്രേമം നിരസിക്കില്ല തുളസി. അവളെ അത് തകർക്കും. എൻ്റെ പ്രേമം ഒരു സ്ത്രീയെ ആനന്ദിപ്പിക്കുമെങ്കിൽ അവൾക്കു ഞാൻ എന്തിന് അത് നിഷേധിക്കണം? തുളസിക്കറിയില്ല. അവരെല്ലാം ദുഃഖിതരായിരുന്നു. സ്നേഹിക്കപ്പെടാത്തവർ, അച്ഛൻ്റെയോ കാമുകൻ്റെയോ ഭർത്താവിൻ്റെയോ സ്നേഹം കിട്ടാത്തവർ. എൻ്റെ പ്രേമം അവർക്കുള്ള ഭിക്ഷയായിരുന്നു. നാളെ ഉറുമ്പും പുഴുവും തിന്നു തീർക്കുന്ന ഈ ശരീരം, ഇത് മറ്റൊരു ജീവിക്ക് പ്രയോജനപ്പെടുമെങ്കിൽ ഞാൻ എന്തിന് നിഷേധിക്കണം? ഒരു കാര്യം പക്ഷേ മനസ്സിലാക്കൂ, ഞാൻ ഇവരെ ആരെയും ആഗ്രഹിച്ചിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടുമില്ല. പക്ഷേ നീ അങ്ങനെയല്ല. ഞാൻ ആദ്യമായി ഒരു സ്ത്രീയെ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കിടയിൽ നിശബ്ദത പരന്നു. എനിക്ക് ആദ്യം പ്രതിഷേധവും പിന്നീട് ഇഷ്ടവും തോന്നി. പിരിയുമ്പോൾ അയാൾ എന്നെ കുറ്റപ്പെടുത്തുന്നത് പോലെ നോക്കി. പ്രേമത്തിനൊരു കുഴപ്പമുണ്ട് തുളസി. കൈവിട്ടാൽ വീണത് തന്നെ. നിലത്ത് വീണ് ചിതറും. നീ കൈവിടരുത്. ഞാൻ പരിഭ്രമിച്ചു. അയാളുടെ കണ്ണുകളിൽ അവ്യക്തമായ വേദനയുണ്ടായിരുന്നു. അയാൾ യാത്ര പറയാതെ ഇറങ്ങിപ്പോയി. എങ്കിലും വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്തു. ഹാൾ ബുക്ക് ചെയ്യാനും വണ്ടികൾ ഏർപ്പെടുത്താനും അച്ഛനെ സഹായിച്ചു. ആ ദിവസങ്ങളിലൊന്നിൽ യാചനയുടെ ശബ്ദത്തിൽ തുളസി എൻ്റെ സുഹൃത്തായി എപ്പോഴും ഉണ്ടാകണം എന്ന് ഫോണിലൂടെ ആവശ്യപ്പെട്ടു. ഒരു സുഹൃത്തായെങ്കിലും അയാൾ എടുത്തു പറഞ്ഞു. റിസീവർ പിടിച്ച എൻ്റെ കൈകൾ വിറച്ചു. ശരീരത്തിലൂടെ ചൂടും തണുപ്പും പാഞ്ഞു. മാധവൻ എന്നെ പ്രേമിക്കുന്നു. എനിക്ക് തമാശ തോന്നി. 27 കാമുകിമാർക്ക് ശേഷം അയാൾ കണ്ടെത്തിയ സ്ത്രീ. പ്രേമത്തിൻ്റേതായി അയാൾ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം വിനയനേക്കാൾ മാധവനാണ് ചേരുന്നതെന്ന് ഞാൻ ഭയത്തോടെ തിരിച്ചറിഞ്ഞു. എനിക്ക് അയാളെ കാണണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. തനിച്ചിരിക്കുമ്പോൾ സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. കാണുമ്പോൾ ഹൃദയം നിറയുകയും പിരിയുമ്പോൾ ലോകം ശൂന്യമാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മനസ്സ് ചപലമായി. വിനയനെ ആഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ കുരങ്ങനെ പോലെ അത് മാധവനിലേക്ക് ഓടി. മാധവൻ എല്ലായിടത്തും നിറഞ്ഞെന്നു. അച്ഛൻ്റെ വിശ്വസ്തനായി, അമ്മയുടെ നല്ല കുട്ടിയായി, അനിയത്തിമാരുടെ പ്രിയതാരമായി. സാരി തിരഞ്ഞെടുക്കാനും ആഭരണങ്ങൾക്ക് മോഡൽ നോക്കാനും ചെന്നൈയിലും ബാംഗ്ലൂരിലും ഞങ്ങളോടൊപ്പം വന്നു. അയാൾ അരികിലെത്തുമ്പോൾ ഞാൻ അസ്വസ്ഥയായി. അകലുമ്പോൾ അതിലേറെ അസ്വസ്ഥയായി. ഹൃദയത്തിൽ ഒരു ടൈം ബോംബ് സ്പന്ദിച്ചു. വിനയൻ ലീവിൽ നാട്ടിലെത്തുന്ന ദിവസത്തിനായി ഞാൻ അക്ഷമയോടെ കാത്തു. വിനയന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ, എന്നെ പഴയ തുളസിയാകാൻ കഴിയൂ. പക്ഷേ വിനയൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഫ്ലൈറ്റ് ഇറങ്ങി വന്നപ്പോൾ കാത്തുനിന്ന് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയതുപോലുമില്ല. സംസാരിച്ചത് വിസയെക്കുറിച്ചും ഗ്രീൻ കാർഡിനെക്കുറിച്ചും. എല്ലാ രാത്രികളും മാധവൻ വിളിച്ചു. ശബ്ദത്തിൽ കൃത്രിമമായ ഉത്സാഹത്തോടെ അയാൾ ഏറ്റവും നല്ല തുന്നൽ കടകളെക്കുറിച്ചും പുതിയ ഫാഷൻ ആഭരണങ്ങളെക്കുറിച്ചും സംസാരിച്ചു. എൻ്റെ മയിൽ നീല സാരിക്ക് ചേരുന്ന നെയിൽ പോളിഷ് അന്വേഷിച്ച് നഗരത്തിലെ മുഴുവൻ കടകളിലും കയറിയിറങ്ങി. നീല സാരിയും ബ്ലൗസും ഡയമണ്ടിൻ്റെ ഒരു മാലയും കമ്മലുമല്ലേ? ഞാൻ തുളസിയെ വധുവായി സങ്കല്പിച്ച് നോക്കുകയാണ്. എന്തിനാണ് സങ്കല്പിക്കുന്നത്? വിവാഹ ദിവസം നേരിൽ കാണാം. അത് പറയാൻ മറന്നു. വിവാഹത്തിന് ഞാൻ ഉണ്ടാവില്ല. തലേന്ന് പുലർച്ചെ തിരിച്ചു പോകും.
ദാറ്റ്സ് അൺഫെയർ. നിർബന്ധിക്കരുത് തുളസി, ഞാൻ വരില്ല. മാധവൻ്റെ ശബ്ദം ദൃഢമായിരുന്നു. ഞാൻ എന്തു പറയണമെന്നറിയാതെ ഫോൺ വെച്ചു. വല്ലാത്തൊരു സംഭ്രാന്തി അനുഭവപ്പെട്ടു. അഭയത്തിന് ഞാൻ വിനയൻ്റെ നമ്പർ കുത്തി. വിനയൻ, എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുന്നു. എൻ്റെ ശബ്ദം അനിയന്ത്രിതമായി വിറച്ചു. സംസാരിക്കാനോ? ഈ നേരത്തോ? നിനക്കെന്താ വട്ടോ? വിനയൻ കൂട്ടുവായിട്ടു. ഞാൻ ദുർബലയും ഭീരുവുമായി. ഉറങ്ങൂ എന്ന് വിനയൻ പറഞ്ഞു. സംസാരിക്കാൻ ഒരു ജീവിതം ബാക്കി കിടക്കുകയാണ്. സ്റ്റേറ്റ്സിലേക്ക് പോയാൽ പിന്നെ നമുക്ക് നമ്മളെ ഉണ്ടാകും. നിനക്കെന്നെ മടുക്കും വരെ സംസാരിക്കാം. എനിക്ക് അപ്പോൾ തന്നെ അയാളെ മടുത്തു. ഞാൻ ഇച്ഛാഭംഗത്തോടെ ഫോൺ വെച്ചു. ആ നിമിഷം മനസ്സിൽ വിഷാദവും നിരാശയും നിറഞ്ഞു. വിവാഹം അസ്വസ്ഥതയുണർത്തി. വിനയൻ വേണ്ടിയിരുന്നില്ലെന്ന് മനസ്സ് കുറ്റപ്പെടുത്തി. അമ്മയുടെയും അച്ഛൻ്റെയും പ്രതീക്ഷയാർന്ന മുഖങ്ങൾക്ക് മുന്നിൽ ഞാൻ നിസ്സഹായയായി. വിവാഹത്തിന് 2 ദിവസം മുമ്പ് അമ്മ ചെക്കപ്പിന് പോയ ഒരു ഉച്ചയ്ക്ക് ഞാനും മല്ലികയും സംസാരിച്ചിരുന്ന സ്വീകരണ മുറിയിലേക്ക് മാധവൻ നീല നെയിൽ പോളിഷുമായി കടന്നു വന്നു. പ്രത്യേകിച്ച് അനുവാദം ചോദിക്കാതെ സ്വീകരണ മുറിയുടെ വെറും നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് എൻ്റെ കാൽവിരലിൽ നെയിൽ പോളിഷ് പുരട്ടി. മല്ലിക പൊട്ടിച്ചിരിച്ചു. ചെറുത്തപ്പോൾ വളരെ സ്വാഭാവികവും ആത്മാർത്ഥവുമായി മാധവൻ എൻ്റെ 2 പാദങ്ങളും പിടിച്ചു വച്ചു. അടങ്ങിയിരിക്കുമെന്ന് ആജ്ഞാപിച്ചു. എൻ്റെ പാദങ്ങളിൽ ആദ്യമായി ഒരാൾ സ്പർശിക്കുകയായിരുന്നു. എനിക്ക് തല മന്ദിച്ചു. അയാൾ ശ്രദ്ധാപൂർവം ജോലി തുടർന്നു. ഇടയ്ക്ക് മല്ലികയോട് വെള്ളം ആവശ്യപ്പെട്ടു. അവൾ അടുക്കളയിലേക്ക് പോയപ്പോൾ അയാൾ പാദങ്ങൾ കൈകളിലെടുത്ത് എന്നെ നോക്കി. താമരമുട്ട് പോലെയുള്ള പാദങ്ങൾ. അയാൾ മന്ത്രിച്ചു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കണ്ണീരിൻ്റെ നനവും ചുണ്ടുകളുടെ വിറയലും യഥാർത്ഥമായിരുന്നു. എൻ്റെ ശരീരം തളർന്നു. അയാൾ പാദങ്ങളിൽ മുഖമൊരച്ച് ചുംബിച്ചു. അയാളുടെ കണ്ണുനീർ എൻ്റെ പാദങ്ങളിൽ പുരണ്ടു. എൻ്റെ ബോധം ക്ഷയിച്ചു. വിനയൻ ഇതുപോലെ നിന്നെ ചുംബിച്ചിട്ടുണ്ടോ? അയാൾ സഹതാപത്തോടെ ചോദിച്ചു. എനിക്ക് അപകർഷത തോന്നി. അയാൾ നിന്നെ ഇതുപോലെ ചുംബിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അയാൾ എഴുന്നേറ്റ് എൻ്റെ മുഖം കൈകളിലെടുത്ത് കണ്ണുകളിലേക്ക് നോക്കി. എൻ്റെ ചുംബനങ്ങൾ നിനക്കുള്ള അർച്ചനകളാണ്. നീ നിഷേധിക്കരുത്. എന്നെപ്പോലെ ചുംബിക്കാൻ വിനയന് കഴിയില്ല. എന്നെപ്പോലെ സ്നേഹിക്കാൻ അയാൾക്ക് അറിയില്ല. ടേക്ക് മൈ വേർഡ്. നീ പശ്ചാത്തപിക്കും. എന്നെ വേണ്ടെന്ന് വെച്ചത് നീ കരയും. ഇനിയും സമയമുണ്ട്. മാധവൻ എൻ്റെ കൈവിളിൽ ചുണ്ടമർത്തി കഴുത്തിൽ ആരാധനയോടെ തഴുകി. ഇനിയും സമയമുണ്ട്, പക്ഷേ വളരെ കുറച്ച് മാത്രം. അയാളെ തള്ളി മാറ്റി ഞാൻ അടുത്ത മുറിയിലേക്ക് ഓടി. ഞാൻ മരിച്ചുപോയെന്ന് എനിക്ക് തോന്നി. ഇനിയും സമയമുണ്ട്. 20 വർഷത്തിന് ശേഷവും ഞാൻ ആ ശബ്ദം കാതിൽ കേട്ടു. 20 വർഷത്തിന് ശേഷവും അയാളുടെ സ്പർശം ഞാൻ ഓർത്തു. അയാളുടെ സ്പർശം, മാന്ത്രികമായ സ്പർശം. എൻ്റെ ബോധം മറഞ്ഞു. പുല്ലാങ്കുയിൽ കേട്ട ഗോപികയെപ്പോലെ ഞാൻ സർവ്വതും മറന്നു. അയാൾ എൻ്റെ ശരീരത്തിൽ എന്തോ ദുർമന്ത്രവാദം ചെയ്തു. ഞാൻ സംഭ്രാന്തയായി. വിനയനെ വിളിച്ചു. ഈ വിവാഹം വേണ്ട. വിനയൻ ശോഭിച്ചു. തുളസിക്ക് ഭ്രാന്തുണ്ടോ? നമ്മൾ തമ്മിൽ പൊരുത്തമില്ല. ഞാൻ ശാഠ്യക്കാരിയായി. വിനയൻ പരിഹാസത്തോടെ ചിരിച്ചു. വൈകിപ്പോയി. അയാൾ കോപത്തോടെ ഫോൺ വെച്ചപ്പോൾ ഞാൻ വീണ്ടും തകർന്നു. ഈ വിവാഹം ശരിയാവില്ല. ഞാൻ അച്ഛനോടും പറഞ്ഞു. അച്ഛനും ചിരിച്ചു. അച്ഛനും അമ്മയും ഏറെ ലാളിച്ചതിന് കുഴപ്പം. ആരും എനിക്ക് ചെവി തന്നില്ല. ആരും ശക്തി പകർന്നില്ല. എല്ലാ ആശ്രയം അറ്റു വീണു. അന്നു രാത്രി ഞാൻ മാധവന് ഫോൺ ചെയ്തു. ഞാൻ വരാം. ഞാൻ കിതച്ചു. ഓ. അയാൾ ദീർഘമായി നിശ്വസിച്ചു. 3 മണിക്ക് കുളി കഴിഞ്ഞ് റെഡിയാകും. 4 മണിക്ക് പിൻവശത്തെ ഗേറ്റിൽ കാറ് വരും. 5 മണിക്ക് ദേവീക്ഷേത്രത്തിൽ താലി കെട്ടാം. താലി. ഞാൻ അമ്പരന്നു. ഫോണിലൂടെ മാധവൻ്റെ അടക്കി പിടിച്ച ചിരി ഞാൻ കേട്ടു. തുളസി, നീ വരുമെന്ന് എനിക്കുറപ്പായിരുന്നു. താലിയും മാലയും ഞാൻ വാങ്ങി. അമ്പലത്തിൽ കല്യാണത്തിന് പണമടച്ചു. 8-നുള്ള ഫ്ലൈറ്റിൽ ഡൽഹിയിലേക്ക് 2 ടിക്കറ്റും ബുക്ക് ചെയ്തു. എല്ലാം എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ്. മരിക്കാറായ എൻ്റെ അമ്മയും ആരുടെയും മുമ്പിൽ തലകുനിക്കാത്ത എൻ്റെ അച്ഛനെയും 2 അനിയത്തിമാരെയും വിനയനെയും ക്രൂരമായി പരിഹസിച്ച് അന്ന് പുലർച്ചെ ഞാൻ ഒളിച്ചോടി. 12 വർഷത്തെ വിയോഗത്തിന് ശേഷം ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ. എൻ്റെ വൃന്ദാവനത്തിൽ അയാൾ മാത്രമാണ് പുരുഷൻ. 8 വർഷം ഭർത്താവായിരുന്നു എന്നതുകൊണ്ടല്ല, 2 കുട്ടികളുടെ അച്ഛനായിരുന്നത് കൊണ്ടുമല്ല. അയാളെപ്പോലെ പ്രേമിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. 12 വർഷത്തിന് ശേഷം മാധവനെ വീണ്ടും കണ്ട ദിവസം മായികറിലെ പൊട്ടിപ്പൊളിഞ്ഞ മുറിയിൽ കിടന്ന് ഇതൊക്കെ ഞാൻ ഓർത്തു. ഓർമ്മകളുടെ കുതിരവണ്ടിയിൽ കുടുങ്ങി യാത്ര ചെയ്തു. ജനാലയ്ക്ക് പുറത്ത് മദൻമോഹൻ ക്ഷേത്രത്തിൻ്റെ പിന്നാമ്പുറത്തെ തെരുവിളക്ക് ശക്തിയോടെ ജ്വലിച്ചു. വിജനവും നിശബ്ദമായ തെരുവ് ഉന്മാദമുണർത്തി. തമ്പുരു കയ്യിലെടുത്ത് ഗോവിന്ദേവ ക്ഷേത്രത്തിൻ്റെ മുകൾ നിലയിൽ പാട്ടുപാടി നൃത്തം ചെയ്യാൻ വെമ്പലുണ്ടായി. ഞാൻ അവിടുത്തെ തൂപ്പുകാരിയാണ്. പടിക്കെട്ടുകളുടെ താക്കോൽ എൻ്റെ പക്കലുണ്ട്. 3-ാം നിലയിൽ നിന്ന് വൃന്ദാവനം കാണാം.
അവിടെ നിന്ന് ഞാൻ മീരാ ഭജൻ പാടി നൃത്തം ചെയ്തിട്ടുണ്ട്. മീരാ ഭജൻ. മീര കരയുന്നു. കാർവർണ, ഈ ചെറുതോണിയെ വിദൂര തീരത്തടുപ്പിക്കൂ. വരുന്നതും പോകുന്നതും അവസാനിപ്പിക്കൂ. മാധവനെ എനിക്ക് കാണണമെന്ന് തോന്നി. അയാളെ കണ്ടപ്പോൾ ശരീരം ഉണർന്നത് അവിശ്വസനീയമായിരുന്നു. 12 വർഷമായി ഞങ്ങൾ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, സ്പർശിച്ചിട്ടില്ല. ഒരിക്കൽ കൂടി ഞങ്ങൾ ബന്ധപ്പെടുന്ന രംഗം ഞാൻ സങ്കല്പിച്ചു. കനച്ചു നാറുന്ന സാരിയും പഴകിയ അടിവസ്ത്രങ്ങളും അഴിച്ചു മാറ്റി എല്ലും തോലുമായ ശരീരം നഗ്നമാക്കി ഞാൻ അയാളുടെ മുന്നിൽ നിൽക്കും. മൊട്ടത്തലയിൽ ബീഭത്സമായി ചൊറിയും, ഇടിഞ്ഞു തൂങ്ങിയ മാറിടവും കൂന് പിടിച്ച പുറവും കൊഴുപ്പുരുകി ദയനീയമായ തുടകളും പിണ്ടുകീറിയ കുയിനകം പിടിച്ച കാലുകളും ഞാൻ ലജ്ജയില്ലാതെ അനാവരണം ചെയ്യും. സൗന്ദര്യത്തിൻ്റെ അർത്ഥം ഞാൻ അയാളെ പഠിപ്പിക്കും. പ്രേമത്താൽ അയാളെയും പവിത്രീകരിക്കും.